ക്രിസ്തുവർഷം 1908 ഉണ്ണിമിശിഹായുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട കിടങ്ങൂർ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ ഫെബ്രുവരി 1-2 തീയതികളിൽ ദിവ്യോണ്ണിമിശിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇടവക ദേവാലയം കടന്നുവന്ന ചരിത്രനാൾ വഴിയിലൂടെ അങ്കമാലി ഫൊറോന ഇടവകയുടെ അതിർത്തിയായ മുല്ലശ്ശേരി തോടിന് കിഴക്ക്, അങ്കമാലി മഞ്ഞപ്ര റോഡിന് തെക്കും വടക്കും, തുറവൂർ ഇടവകയുടെ പടിഞ്ഞാറും, MC റോഡിന് വടക്ക് വശത്തുള്ള കരിപ്പായി പാടത്തിന്റെ വടക്ക് വശത്താണ് അനുഗ്രഹങ്ങളാൽ സമ്പന്നമായ കിടങ്ങൂർ ഇടവക സ്ഥിതി ചെയ്യുന്നത്. 1908 കിടങ്ങൂർ പള്ളി ഇടവകയായി രൂപം കൊള്ളുന്നതിന് മുൻപ് കിടങ്ങൂർ നിവാസികൾ ചരിത്രപ്രസിദ്ധമായ അങ്കമാലി പള്ളി ഇടവകക്കാരായിരുന്നു. ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം നാട്ടിലൊരു ദേവാലയം എന്നത് ഇവിടുത്തെ നിവാസികളുടെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ആദ്യമായി ഇന്ന് ഇൻഫന്റ് ജീസസ് LP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന അന്നുണ്ടായ കൊടിപ്പള്ളിക്കൂടത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അതൊരു പള്ളിക്കൂടമായും പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച് ഒരു പ്രാർത്ഥനാലയമാക്കി തീർക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്ന ചിറക്കൽ വറീത് എസ്തപ്പാനോസിന്റെ കാടിപ്പാറപ്പറമ്പ് അദ്ദേഹം സംഭാവന ചെയ്യുകയും അവിടെ ഒരു പ്രാർത്ഥനാലയം സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അന്നത്തെ മെത്രാനായിരുന്ന മാർ ലൂയിസ് പഴയപ്പറമ്പിൽ പിതാവിന്റെ അനുവാദത്തോടെ 1917 ജനുവരിയിൽ പള്ളിപ്പണി ആരംഭിക്കുകയും 1920 മാർച്ച് മാസത്തിൽ പണി പൂർത്തിയാക്കുകയും ഏപ്രിൽ 25 തീയതി കണ്ടത്തിൽ മാർ അഗസ്തീനോസ് മെത്രാനച്ചൻ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം ആഘോഷപൂർവ്വം നിർവഹിക്കുകയും ചെയ്തു. ചെക്കോസ്ലോവാക്യയിലെ പ്രാഗിലെ ഉണ്ണീശോയുടെ നാമത്തിലാണ് ദേവാലയം പ്രതിഷ്ഠിച്ചത്. 1920 ജൂൺ 9 തീയതി കിടങ്ങൂർ കുരിശുപള്ളിയെ അങ്കമാലി ഫൊറോന പള്ളിയിൽ നിന്നും ഒരിടവകയാക്കുകയും ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട കളരിക്കൽ അച്ഛനെ ആദ്യ വികാരിയായി നിയമിക്കുകയും ചെയ്തു. ഇടവക സമൂഹം വളർന്നു വന്നപ്പോൾ താരതമ്യേന വലിപ്പം കുറവായിരുന്ന പള്ളി പൊളിച്ച് ഒരു പുതിയ ദേവാലയം പണിയണമെന്ന് നിർദ്ദേശം വരികയും ശേഷം ബഹുമാനപ്പെട്ട പോൾ പള്ളിപ്പാടനച്ഛന്റെ നേതൃത്വത്തിൽ മാർ പാറേക്കാട്ടിൽ തിരുമേനി ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് പുതുശ്ശേരി അച്ഛൻ പള്ളിപ്പണി പൂർത്തിയാക്കുകയും ചെയ്തു. അഭിവന്യ ആന്റണി പടിയറ പിതാവ് പുതിയ പള്ളിയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിന്നീട് പല ഘട്ടങ്ങളിലായി പള്ളിയിൽ മാറ്റങ്ങളും പുരോഗതികളും സംഭവിച്ചു. സിമിത്തേരി നിർമ്മാണം, ഉണ്ണിമിശിഹായുടെ കപ്പേളയുടെ നിർമ്മാണം, അൾത്താരയുടെയും സങ്കീർത്തിയുടെയും പുനർനിർമ്മാണം, പാരിഷ് ഹാളിന്റെ നിർമ്മാണം എന്നിങ്ങനെ പല പുരോഗമനങ്ങളും ഇടവകയിൽ സംഭവിച്ചു. അങ്ങനെ പതിറ്റാണ്ടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2011 ഓഗസ്റ്റ് 28 തീയതി എറണാകുളം അങ്കമാലി സഹായമെത്രാൻ തോമസ് ചക്കേത്ത് പിതാവ് ദേവാലയം വെഞ്ചരിക്കുകയും പുനർപ്രതിഷ്ഠാ കർമ്മം നടത്തുകയും അങ്ങനെ പള്ളി ഇന്ന് നിലവിലുള്ള രൂപത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിത്യസഹായ മാതാവിന്റെ നാമത്തിലുള്ള കപ്പേള, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമത്തിലുള്ള കപ്പേള, വിശുദ്ധ തോമാസ് ലീഹയുടെ നാമത്തിലുള്ള കപ്പേള എന്നിവ ഇടവക ജനത്തെ കൂട്ടായ്മയിലും വിശ്വാസത്തിലും വളർത്തുന്നു. പാരിഷ് ഫാമിലി ഫെലോഷിപ്പ്, വിൻസെന്റ് ഡി പോൾ, യുവജന സംഘടനയായ ഫെയ്ത്ത് വാരിയേഴ്സ്, CLC, CML, തിരുവാല സഖ്യം, അൾത്താര സഖ്യം, ഫ്രാൻസിസ്കൻ 3-ാം സഭ, യൂതിത്ത് ഫോറം, കുടുംബ പ്രേക്ഷിത യൂണിറ്റുകൾ എന്നിങ്ങനെയുള്ള സംഘടനകളും ഇടവകയുടെ വ്യത്യസ്ത മുഖങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഒരു നൂറ്റാണ്ടോളം നീണ്ട ഇടവകയുടെ ചരിത്രം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ദിവ്യ ഉണ്ണീശോയുടെ അനുഗ്രഹാശിസുകൾ എത്രമാത്രം കിടങ്ങൂർ നിവാസികൾക്ക് ലഭിച്ചു എന്നുള്ള കാര്യമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ വർഷത്തെ തിരുനാളിൽ നമുക്ക് ഒന്നുചേരാം. ജനുവരി 23 വ്യാഴാഴ്ച തിരുനാൾ ഒരുക്കമായ നൊവേന ആരംഭിക്കുന്നു. 30 തിരുനാൾ കൊടിയേറ്റ്, 31 ദിവ്യകാരുണ്യ ആരാധന. ഫെബ്രുവരി 1-2 തീയതികളിലായി ആഘോഷമായ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള തിരുനാൾ പരിപാടികൾ
സംഘടിപ്പിക്കപ്പെടുന്നു. ഏവരെയും സ്നേഹപൂർവ്വം ഈ ആഘോഷ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു.